മലയോര ഹൈവേയുടെ പ്രചാരണാർത്ഥം ഇടുക്കിയിൽ സംഘടിപ്പിച്ച ഹിൽ ഹൈവേ റണ്ണിനായി LDF സർക്കാർ ദൂർത്തടിച്ചത് 91.35 ലക്ഷം രൂപ. കുട്ടിക്കാനം മുതൽ ചപ്പാത്ത് വരെ നടത്തിയ കൂട്ടയോട്ടത്തിൽ ബോളിവുഡ് താരവും ദീർഘദൂര ഓട്ടക്കാരനുമായ മിലിൻ സോമൻ പ്രതിഫലം വാങ്ങാതെ പങ്കെടുത്തിരുന്നു. പരിപാടിയിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് ആരോപണം. 2026 ഫെബ്രുവരി 22-നാണ് മലയോര ഹൈവേയിൽ കുട്ടിക്കാനം മുതൽ ചപ്പാത്ത് വരെ കൂട്ടയോട്ടം നടത്തിയത്. ബോളിവുഡ് താരവും മോഡലും ദീർഘദൂര ഓട്ടക്കാരനുമായ മിലിൻ സോമനായിരുന്നു പ്രചാരണ പരിപാടിയുടെ മുഖ്യ ആകർഷണം. കുട്ടിക്കാനം മുതൽ ചപ്പാത്ത് വരെയുള്ള 20 കിലോമീറ്റർ ഓടിയതിന് ₹1 പോലും മിലിൻ സോമന് പണമായോ പാരിതോഷികമായോ നൽകിയിട്ടില്ലെന്നാണ് വിവരാവകാശ രേഖ. അന്നത്തെ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനും ഹിൽ ഹൈവേ റണ്ണിൽ പങ്കാളിയായിരുന്നു. ചപ്പാത്ത് വരെ ഓടിയ ശേഷം തുറന്ന ജീപ്പിൽ ഇടുക്കി കവല വരെ മിലിന്ദ് സഞ്ചരിച്ചു. ആർട്ടിസൺസ് ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് ലിമിറ്റഡ് എന്ന സർക്കാർ ഏജൻസി വഴിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഈ കമ്പനിക്കും ₹1 പോലും പ്രതിഫലം നൽകിയിട്ടില്ല. നിലവിൽ 32,187.47 കോടി രൂപ കടബാധ്യതയാണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡിനുള്ളത്. പദ്ധതിയിൽ വലിയ രീതിയിലുള്ള അഴിമതി നടന്നിട്ടുണ്ടെന്ന ആരോപണമാണ് ശക്തമാകുന്നത്. ജില്ലാ കളക്ടറും മുൻ MLA ES ബിജിമോൾ, കായിക താരങ്ങൾ, സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ, സ്പോർട്സ് കൗൺസിൽ ഉൾപ്പെടെയുള്ളവരും പരിപാടിയുടെ ഭാഗമായിരുന്നു. ജനം, ഇടുക്കി.